പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഗോതമ്പ് മാവ് ഉണ്ടാക്കുന്ന വിധമാണ് പറയാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ക്യാരറ്റ്, കുറച്ച് കറിവേപ്പില, ഒരു സബോള. പിന്നെ ഞാൻ ഗോതമ്പ് കഴുകി വാര വെച്ചിട്ടുണ്ട്. നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. സ്റ്റവ് കത്തിച്ച് പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊഴിക്കുക. കുറച്ച് നെയ്യ് ഇടുക. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യ് ഇടുക. ഞാൻ വെളിച്ചെണ്ണ മുക്കട്ടെ. വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടി ഇഞ്ചി ഇടാം. പച്ചമുളക്, ഇഞ്ചി, വഴഞ്ഞതിന് ശേഷം ക്യാരറ്റ്, സബോള. കടുക് പൊട്ടി വന്ന ഉഴുന്നിടാം. ഞാൻ പെട്ടെന്ന് അത് മറന്നു. അത് മൂത്തതിന് ശേഷം ഇതൊക്കെ ഇളക്കി കൊടുക്കുക. ഇത് വഴന്ന് വന്നാൽ കറിവേപ്പില ഇടുക. ഇത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഗോതമ്പിട്ട് ഒന്ന് ഫ്രൈ ആക്കണം. ഇത് വഴന്നതിന് ശേഷം ഒരുവിധം വഴന്ന് വരുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാണിക്കാം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കഴുകി വാര വെച്ച ഗോതമ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളം വറ്റുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വഴന്ന് വരുന്ന വരെ വെള്ളം വറ്റുന്ന വരെ ഇളക്കട്ടെ. അതിനകത്ത് ബാക്കി കാണിക്കാം. അപ്പോൾ അത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ഗോതമ്പിന് 2.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ 2 ഗ്ലാസ് ഗോതമ്പിന് 5 ഗ്ലാസ് വെള്ളം വെച്ച് ഒഴിച്ചു കൊടുക്കുക. കൊടുക്കുക. അതിന് വേവട്ടെ. ഗോതമ്പ് പകുതി ഇപ്പോൾ വെന്തുണ്ട്. നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് കഴിക്കാം. പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നല്ല ഇളക്കി അടച്ച് നമുക്കിനി ഇത് വെന്താ നോക്കാം. വെന്ത് കുറച്ചും കൂടി വേവാണ്ട്, കുറച്ചും കൂടി അടച്ച് വെച്ചിട്ട് വേവിക്കാം.
ഉപ്പുമാവ് ഇപ്പോൾ വെന്തു. നല്ല രസമുള്ള ഉപ്പുമാവാണ്. നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിന് ശേഷം എൻ്റെ ചാനലിൽ കുറച്ച് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ഉപ്പുമാവ് റെഡിയായി. ഈ ഉപ്പുമാവ് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. നല്ല രസമുള്ള ഉപ്പുമാവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയുള്ള അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരാം.